ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാതൃകാ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇതിൽ മലയാളം, ഗണിതം, ഉദ്ഗ്രഥനം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നിറം നൽകാം എന്ന പ്രവർത്തനമാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് കൂട്ടുകാരോട് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിറം നൽകുമ്പോൾ എന്താണ് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്? നല്ല ഭംഗിയുള്ള നിറങ്ങൾ നൽകണം. അതുപോലെ തന്നെ പുറത്തു പോവാതെ നല്ല വൃത്തിയായിട്ട് നിറം നൽകാനും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും അല്ലേ? A+ കിട്ടും. അപ്പോൾ കൂട്ടുകാർ അത്തരത്തിൽ വേണം നിറം നൽകാൻ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 2 വരികൾ പൂരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ നോക്കൂ. പട 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 പറവകൾ പാറി തന 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 തനു തിന താന കലപില കലപില. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇനി എന്താണ് അടുത്തത്? ഇത് കഴിഞ്ഞാൽ എഴുതേണ്ടത് പറവകൾ പാടി എന്നുള്ളതാണ് അല്ലേ? പറവകൾ പാടി. അപ്പം നമുക്കിവിടെ എഴുതാം പറവകൾ പാടി. പറവകൾ പാടി. എന്താ പാടിയത്? തന 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 എന്നാണ് പാടിയത് അല്ലേ? അപ്പം ത ന ത ന ത ന ത ന തന 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 പാടി. ഇനിയോ? ഇനി തനു തിന താന എന്ന് എഴുതണം. ഇവിടെ ഉള്ളതേ വരി തന്നെയാണ്. അപ്പം അത് എഴുതാം. തനു തിന താന. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. പട 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 പറവകൾ പാറി തന 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 തനു തിന താന കലപില കലപില പറവകൾ പാടി തന 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 തനു തിന താന. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. അവ കൂട്ടുകാർ ഇത് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. പ്രവർത്തനം 3 വരച്ചു ചേർക്കാം. പറവകൾ പാറി എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് അമ്മുവിന് തൂവൽ ആൽബം ഉണ്ടാക്കണം. അമ്മു ശേഖരിച്ച തൂവലുകൾ ഏതൊക്കെ പക്ഷികളുടേതാണെന്ന് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് തൂവലുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കാക്ക. കാക്കയുടെ തൂവൽ ഏതാണ് കൂട്ടുകാരെ? ഇതാണല്ലേ? അപ്പോൾ കാക്കയിലേക്ക് ഇത് വരച്ചു ചേർക്കുക. ഇനി പുള്ളിക്കുയിലോ? പുള്ളിക്കുയിലിൻ്റെ ഇതാണ്. തത്ത. തത്തയുടെ ഏതാണ്? പച്ച കളറിലുള്ളതാണ്. മയിലിൻ്റെ പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതാണ് മയിലിൻ്റെ. പൊന്മാനിൻ്റേതോ? പൊന്മാനിൻ്റെ ഇതാണ്. മഞ്ഞക്കിളിയുടെ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവസാനം കിട്ടുക. അപ്പോൾ ഇതാണ് ഓരോ പക്ഷിയുടെയും തൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്മു ശേഖരിച്ചത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി ഇതിന് താഴെയുള്ളത് നോക്കൂ. പ്രവർത്തനം 4 പറയാം ചേർത്തെഴുതാം. പൂവ്, ചുവന്ന പൂവ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്? പൂവ്, ചുവന്ന പൂവ്. പിന്നെ നമുക്ക് എന്തെഴുതാം? നല്ല പൂവ്, ഭംഗിയുള്ള പൂവ്, ചിരിച്ചു പൂവ്, ഇതളുള്ള പൂവ്, നിറയെ ഇലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് 2-3 വരി എഴുതി നോക്കാം. പൂവ്, ചുവന്ന പൂവ്. പിന്നെ എന്തെഴുതാം? നല്ല പൂവ് എന്നെഴുതാം അല്ലേ? നല്ല നല്ല പൂവ്. പിന്നെയോ? ഭംഗിയുള്ള പൂവ്. ഭംഗിയുള്ള പൂവ്. ഓക്കെ, വാവാണ് കേട്ടോ. വായാണ്. ഭംഗിയുള്ള പൂവ്. പിന്നെയോ? ഇലയുള്ള പൂവ്. ഇലയുള്ള പൂവ്. ഇലയുള്ള പൂവ്. ഇലയുള്ള പൂവ്. പിന്നെന്ത് എഴുതാം? ഇനി എന്തെങ്കിലും എഴുതണോ? പൂവ് ചിരിച്ചു. പൂവ് ചിരിച്ചു. ഇത്തരത്തിൽ നമുക്കൊരു 3-4 വരി ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, പൂവ്, ചുവന്ന പൂവ്, നല്ല പൂവ്, ഭംഗിയുള്ള പൂവ്, ഇലയുള്ള പൂവ്, പൂവ് ചിരിച്ചു. അല്ലെങ്കിൽ ചുവന്ന പൂവ് എന്നും നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ചുവന്ന ഭംഗിയുള്ള പൂവ് എന്നുമൊക്കെ എഴുതാം. ഓക്കെ, ഇനി പ്രവർത്തനം 5 കടക്കാം. ചെറുതേത്? ചെറുതിൻ്റെ എണ്ണം കളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതൊക്കെയാണ് കൂട്ടുകാരെ ചെറുത്? ഇത് ചെറുതാണ് അല്ലേ? 1. നമുക്ക് വെറുതെ ഇവിടെ എണ്ണം എഴുതാം. 1, 2,
3, 4 ഇതൊക്കെ ചെറുതാണല്ലേ. അതുപോലെ 5, 6 ഈ 6 എണ്ണവും ചെറുതാണ്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം എഴുതണം നമ്മൾ? 6 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ 6 എണ്ണം ചെറുതാണ്. ഇതും വലുതാണ്. ഇത് 3 കുറച്ച് ഇതും വലുതാണ്. ഈ 4 കുറച്ച് വലുതാണ്. ഓക്കെ. ഇനി 6ാമത്തേത് നോക്കൂ. എണ്ണി നോക്കി കളത്തിൽ എഴുതൂ, വ്യത്യാസം കണ്ടെത്തണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓരോന്നായിട്ട് എഴുതാം. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ എത്ര ഉണ്ട്? 10. ഇവിടെയോ 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇവിടെ 8 എണ്ണം ഉണ്ട്. ഇനി വ്യത്യാസം എങ്ങനെ കാണുക? വലുതിൽ നിന്ന് ചെറുതിനെ കുറക്കണം, അഥവാ 10ൽ നിന്നും 8നെ കുറക്കണം. അപ്പോൾ എത്ര ഉത്തരം കിട്ടും? 10ൽ നിന്നും 8 കുറച്ചാൽ 2. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 2. ഓക്കെ. വളരെ സിമ്പിളാണ്. വലിയതിൽ നിന്ന് ചെറുതിനെ കുറച്ചാൽ നമുക്ക് വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി പ്രവർത്തനം 7 ചിഹ്നം ചേർക്കുക എന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ ഓരോ ചിഹ്നമുണ്ട് അല്ലേ. ഇതെന്താണ്? ഇ എന്നുള്ളതാണ്, ഇത് ആ എന്നുള്ളതാണ്, ഇത് ഊ എന്നുള്ളതാണ്, ഇത് ഊ എന്നുള്ളതാണ്, ഇത് എ എന്നുള്ള സൗണ്ടാണ്. അപ്പോൾ ഇവിടെ പ വ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായിരുന്നു അത്? പൂവ് അല്ലേ. പൂവ് എന്നാണ്. അപ്പോൾ ഇതിൽ ഏത് ചിഹ്നം കൊടുക്കണം? ഈ ചിഹ്നം എഴുതണം. അപ്പോൾ ആ ചിഹ്നം ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ പൂവ് എന്നാവും. ഇനി ച, രി, ച. പിന്നെന്താണ്? പിന്നെ എന്തോ മിസ്സിങ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ച, രി, ച. അവിടെ എന്താണ്? ചിരിച്ചു എന്നായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കണം? ഇവിടെ ചി എന്ന് വരണമെങ്കിൽ ഈയുടെ ചിഹ്നം കൊടുക്കണം, അഥവാ ഇത് കൊടുക്കണം. അപ്പോൾ ചി, രി, ചു, ചിരിച്ചു. ഇനി ക, ഡി, ചു. അവിടെ എന്തായിരിക്കും? അവിടെ കുടിച്ചു എന്നായിരിക്കും അല്ലേ. കടിച്ചു. ഒരെണ്ണം മിസ്സിങ് ആണ്. അപ്പോൾ അവിടെ കുടിച്ചു എന്നാവും. അപ്പോൾ ഊ എന്ന സൗണ്ട് വരാൻ ഇത് എഴുതുക. അപ്പോൾ കുടിച്ചു. ഇനി പാറ. അപ്പോൾ എന്തായിരിക്കും? പാറ, പാറി അല്ലേ. പാറി. അപ്പോൾ ഈ ചിഹ്നം തന്നെ വീണ്ടും എഴുതുക. അപ്പോൾ പാറി എന്ന് കിട്ടും. ഇനി തൻ എന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും? തേൻ അല്ലേ. തേൻ. എന്നുള്ള സൗണ്ടുള്ള ഇത് വരും. തേൻ എന്ന് വരും. അപ്പോൾ പൂവ്, ചിരിച്ചു, കുടിച്ചു, പാറി, തേൻ. അപ്പോൾ എല്ലാതും കിട്ടി അല്ലേ. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൗണ്ട് പഠിച്ചു വെക്കുക. ഇതെന്ന് പറയുന്നത് ഇ ആണ്, ഇത് ആ ആണ്, ഇത് ഊ ആണ്, ഇത് ഊ ആണ്, ഇത് എ ആണ്. ഓക്കെ. ഇനി പ്രവർത്തനം 8 ബോഗികൾ എത്ര? മിന്നുമാനിനും കിട്ടുമുയലിനും ട്രെയിനിൽ യാത്ര ചെയ്യാനൊരു മോഹം. അവർ സ്റ്റേഷനിലെത്തി ട്രെയിനിൻ്റെ ബോഗികൾ എണ്ണി നോക്കി. എണ്ണം ക്രമമായി ഓരോ ബോഗികളിലും എഴുതി ചേർത്ത് അവരെ സഹായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് സഹായിക്കാം അല്ലേ. അവിടെ 11 തന്നിട്ടുണ്ട്. ഇനിയുള്ള ബോഗികളുടെ നമ്പർ എഴുതണം. 11 കഴിഞ്ഞാൽ 12, 13, പിന്നെ 14. ഇത് 14. അവിടെ കള്ളിയിടാൻ മറന്നുപോയതായിരിക്കും. 14, 15, 16, 17, 18, 19, 20. അപ്പോൾ എത്രയാണ്? 20 ബോഗികളാണ് ഉള്ളത്. അപ്പോൾ ആകെ 20 ബോഗികളാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരെ കറക്റ്റായിട്ട് നമ്പേഴ്സ് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്ത പ്രവർത്തനം 9ാമത്തേതാണ്, അവസാനത്തെ പ്രവർത്തനം. എണ്ണം എഴുതാം എന്നുള്ളതാണ്. ഇവിടെ ഇത് എണ്ണീറ്റ് എത്ര എണ്ണം എഴുതണം? ഇത് എണ്ണീറ്റും എഴുതണം. അപ്പോൾ ഇവിടെ എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6. അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 6. ഇനി ഇത് നോക്കൂ. 1, 2, 3, 4. അപ്പോൾ ഇവിടെ 4 എന്ന് എഴുതുക. ഇനി 2 കുട്ടകളിലും കൂടി ആകെ എത്ര ആപ്പിളുകളുണ്ട്? ഇതും കൂടെ എത്ര ഉണ്ട്? അപ്പോൾ ഇവിടെ 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 കൂട്ടണം 4 ചെയ്യണം. എത്ര കിട്ടും? കൂട്ടുകാർ കൂട്ടി നോക്കൂ. 6 കഴിഞ്ഞാൽ 7, 8, 9, 10 അല്ലേ. 10 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം 0, 1. അപ്പോൾ ഇവിടെ ആകെ ആപ്പിളുകൾ എന്ന് പറയുന്നത് 10. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരാൻ പോകുന്നത്. അതിന് മാത്സ് അതുപോലെ തന്നെ നിങ്ങളുടെ മലയാളം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.